ആളോ എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 4-5 കൊല്ലമായില്ലേ വന്നിട്ട്. നാട്ടുകാരൊക്കെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. 4-5 കൊല്ലമല്ലേ എന്നെ കണ്ടിട്ട്? അപ്പൊ എന്നെ കാണുന്നൊന്നുമില്ലല്ലേ? എന്നെ കാണാൻ വേണ്ടി എന്റെ കൂട്ടുകാരെ പോലും കാണാണ്ട് ഇങ്ങോട്ട് വന്നത്. ഓ, അതെനിക്കും തോന്നി. അല്ലെങ്കിൽ നേരെ അവന്റെ കടയിലോട്ടല്ലേ പോന്നേ? നീ അതിന്റെ പേര് പിണങ്ങാൻ നിൽക്കണ്ട. അടുത്ത മാസം ഏതായാലും നമ്മുടെ കല്യാണമല്ലോ. പിന്നെ എന്നാ പിണങ്ങാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അല്ലേലും അവന്റെ കട പൂട്ടാനായി. ഒറ്റ മനുഷ്യൻ അവിടെ കയറാറ്. അവനെന്നെ പറ്റി? അവനാകെയുള്ള ഒരു പ്രശ്നമുള്ളത് ഇത്തിരി ദേഷ്യമുണ്ട്. അല്ലാണ്ട് എന്നാ കുഴപ്പം? അല്ല നാട്ടുകാരുടെയും കുഴപ്പമായിരിക്കും. എന്നാ നിങ്ങൾ ആ കടയിലോട്ട് നോക്ക്, അപ്പം മനസ്സിലാവും. എടാ മെൽവിനെ, എന്നാ കൊണ്ടാ വന്ന വാട ഇങ്ങോട്ടാ വന്നത്. കടയിലൊക്കെ നിറച്ച് സാധനങ്ങളാണല്ലോടാ. ഈ പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വന്നാൽ മതി, അടുത്ത പ്രാവശ്യം മുതൽ ഇങ്ങോട്ട് വരണ്ട. അതെന്നാ പറ്റിയടാ? അവളും എന്നോട് അങ്ങനെ പറഞ്ഞു. എന്നാ പറയാനടാ, കച്ചവടം ഒന്നും പിന്നെ നമ്മുടെ നാട്ടുകാരെയൊക്കെ അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഗൾഫിൽ കൊണ്ടുപോകാം. ആൾക്കാരായിട്ട് സൗഹൃദം ഉണ്ടാക്കിയെടുത്താൽ മതി അവിടെ പച്ച പിടിക്കാൻ. അത് മതിടാ. ഒരു നാരങ്ങ എടുക്കട്ടെ. എന്താ എടുക്കടാ? എടാ ഏതാണ്ടാ നൻപനെ പോലാരുമില്ല. എടാ ഇതിന് ഇച്ചിരി പഞ്ചസാര കുറവാണല്ലോ. ഇവിടെ ഇത്രയും പഞ്ചസാര ഇടാൻ പറ്റുള്ളൂ, വേണമെങ്കിൽ മൂച്ചിട്ട് പോയാൽ മതി. ഇതെന്നാടാ ഇങ്ങനെ? ഞാൻ വിളിച്ചിട്ട് വന്നോന്നല്ലേ, വലിഞ്ഞേറി വന്നല്ലേ, ഇത്രയും മൂച്ചാ മതി. എടാ ഞാനെന്നാ പോയേക്കുവാ. എടാ അപ്പൊ എന്റെ ഗൾഫിലെ ജോലിയുടെ കാര്യം സെറ്റല്ലേ? അത് ഞാൻ ആലോചിച്ചിട്ട് പറയാം.